Hello, welcome back to Class Bell. Diphthongs. Diphthongs are sounds formed by gliding from one vowel sound to another within a single syllable. They involve a shift in the position of the tongue and lips, creating a combination of two vowel sounds. There are 8 diphthongs in English. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ വൗവൽ സൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് വൗവൽ സൗണ്ട്സ് ഒരു സിംഗിൾ സിലബിളിനകത്ത് കമ്പൈൻ ചെയ്തു വരുന്നതിനെയാണ് ഡിപ്തോങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സൗണ്ട് ഉച്ചരിക്കുമ്പോൾ ഒരു സിംഗിൾ സിലബിളിനകത്ത് രണ്ട് വൗവൽ സൗണ്ട്സിന്റെ കോമ്പിനേഷൻ ഉണ്ടാകും. അതായത് ഒരു അക്ഷരത്തിൽ തന്നെ രണ്ട് സ്വരാക്ഷരങ്ങളുടെ കോമ്പിനേഷൻ വരുന്നതാണ് ഡിപ്തോങ്സ്. അതിനകത്ത് നമ്മുടെ നാക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഒക്കെ ഒരു പൊസിഷന് ചേഞ്ച് ഉണ്ടാവും. അതായത് പ്രൊനൗൺസിയേഷൻ ചേഞ്ച് ഫ്രം ബിഗിനിങ് ടു എൻഡ്. അതായത് വൗവൽ സൗണ്ട്സ് നമ്മൾ ആ ഒരു സൗണ്ട് പറഞ്ഞു തുടങ്ങുന്നത് പോലെ ആയിരിക്കില്ല അത് എൻഡ് ചെയ്യുമ്പോൾ. സിംഗിൾ സിലബിളിനകത്ത് രണ്ട് വൗവൽസ് കമ്പൈൻ ചെയ്തു വരുന്നതാണ് ഡിപ്തോങ്സ്. അങ്ങനെ 8 ഡിപ്തോങ്സ് ഇംഗ്ലീഷിലുണ്ട്. ആ 8 ഡിപ്തോങ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ചെയ്യാനുള്ള നമുക്ക് തന്നിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അതിന്റെ ആൻസർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മങ്കീസ് പോ എന്ന ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് ദ എമൗണ്ട് ഓഫ് 200 pounds പ്ലേ ഇൻ ദി സ്റ്റോറി? ഹൗ ഡസ് ഇറ്റ് കണക്ട് ടു ദി ഏർലിയർ ഇവന്റ്സ് ഇൻ ദി പ്ലോട്ട്? എന്താണ് 200 poundsന് ആ സ്റ്റോറിയിലുള്ള ഇമ്പോർട്ടൻസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി വിസിറ്റർ ദ മങ്കി പോ? ഹൗ ഡസ് ഹിസ് പ്രസൻസ് ഇമ്പാക്ട് ദ വൈറ്റ് ഫാമിലി? വിസിറ്ററിന് മങ്കി പോയിലെ ഒരു പ്രാധാന്യം എന്ത്? സർജൻ മോറിസിന്റെ പ്രാധാന്യമാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വൈറ്റ് ഫാമിലിയെ അഫക്റ്റ് ചെയ്തത്? മൂന്നാമത്തേത്, എക്സാമിൻ ദ ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദി ന്യൂസ് അബൌട്ട് ഹെർബർട്ട്സ് ഡെത്ത് ഓൺ ഹിസ് പാരന്റ്സ്. ഹൗ ഡു മിസ്റ്റർ ആൻഡ് മിസ്സിസ് വൈറ്റ് ഈച്ച് റെസ്പോണ്ട് ടു ദിസ് ട്രാജഡി? ഹെർബർട്ടിന്റെ ഡെത്ത് എങ്ങനെയാണ് അവന്റെ പേരൻസിനെ ഇമോഷണലായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാക്കിയത്, ഇമോഷണലായിട്ടൊരു എഫക്റ്റ് ഉണ്ടാക്കിയത്? അതുപോലെ തന്നെ ഓരോരുത്തരും അച്ഛനും അമ്മയും എങ്ങനെയാണ് അവന്റെ ഈ ട്രാജഡിക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കുന്നത്? അവർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ആ ഒരു ട്രാജഡിയിൽ ഉള്ളത്? ഈ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഒരു ഇൻട്രൊഡക്ഷൻ മതി. അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് 100 വേർഡ്സിലാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റോറിയെ പറ്റി, ഓഥറിനെ പറ്റി, അതുപോലെ അതിനെ ആ സ്റ്റോറി മൊത്തത്തിൽ ഒരു 3-4 സെന്റൻസിൽ നമ്മൾ ചുരുക്കി എഴുതണം. അതിനുശേഷം ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ്റെ ആണോ ആൻസർ എഴുതുന്നത് അതിനെ നമ്മൾ വിശദീകരിക്കണം. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മങ്കീസ് പോ is a horror short story written by W.W. Jacob. This story revolves around Mr. White and his family. At the beginning of the story, White family was leading peaceful, happy life, but at the end, their life changed due to greed and the family was completely broken. മങ്കി പോ എന്നുള്ളത് W.W. ജേക്കബ് എഴുതിയ ഹൊറർ സ്റ്റോറിയാണ്. ഇത് മിസ്റ്റർ വൈറ്റിന്റെ ഫാമിലിയെ റിവോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി തുടങ്ങുമ്പോൾ വൈറ്റ് ഫാമിലി വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ എൻഡിൽ അവരവരുടെ ഒരു അത്യാഗ്രഹം മൂലം അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ബ്രോക്കൺ ആയി. One night, Sergeant Morris came there with a monkey's paw. He said the paw has magical powers, so it can grant 3 persons 3 wishes, but he wants them about the terrible consequence. ഒരു രാത്രിയിൽ സർജന്റ് മോറിസ് ഈ മങ്കി പോയുമായി ഇവരുടെ വീട്ടിലെത്തി. എന്നിട്ട് അദ്ദേഹം അവരോട് വിശദീകരിക്കുന്നുണ്ട് ഇതിന് മാജിക്കൽ പവർ ഉണ്ടെന്നൊക്കെ. പക്ഷേ ഈ മാജിക്കൽ പവർ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും വിഷ് ഗ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു മോശം ഫലവും ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം വാൺ ചെയ്തിരുന്നു. പക്ഷേ മിസ്റ്റർ വൈറ്റ് wishes for 200 pounds which is needed for their house. Next day, Mr. Herbert White, son of Mr. White, died in an accident at his workplace. Later, a man came from the company and offered them 200 pounds as a compensation for his death. Thus, Monkey Po fulfilled his wish but lost his happiness forever. 200 പൗണ്ട് ഹെർബർട്ടിന്റെ മരണശേഷം ഒരു കോമ്പൻസേഷൻ ആയിട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ആ വിഷ് ഗ്രാൻഡ് ചെയ്ത് കിട്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ എന്നേക്കുമുള്ള ആ ഒരു സന്തോഷം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. ഇതാണ് 200 pounds എന്ന എമൗണ്ടിന് ഈ കഥയിലുള്ള ഇമ്പാക്റ്റ്.
സെക്കൻഡ് ക്വസ്റ്റ്യന് എങ്ങനെയാണ് ആ വിസിറ്ററിന്റെ ഇമ്പാക്റ്റ്, ആ റോള് എന്താണ് വിസിറ്ററിന്റെ എന്നുള്ളതാണ്. One cold night, Sergeant Morris, who was a family friend, visited White family. Happily, they welcomed him. Morris visited many countries, so Mr. White urges him to share about his travel experiences and asked about monkey's paw. Morris told them that a fakir turned the paw as magical paw, thus it got the power to grant three separate individuals' wishes. When he expressed interest in the paw, he added that the consequences were not good. So he threw it into the fire, but Mr. White took it and he made his wish for 200 pounds, but nothing happened suddenly. Next day, he got 200 pounds as a compensation of Herbert's death. Later, Mrs. White wished for Herbert's life, but her husband denied it. Thus, the visit of Morris with a monkey paw ചേഞ്ച് ദ ഹാപ്പി ലൈഫ് ഓഫ് വൈറ്റ് ഫാമിലി. ഒരു രാത്രിയിൽ സർജന്റ് മോറിസ് മങ്കി പോയുമായി അവിടെ എത്തി കാര്യങ്ങളൊക്കെ അവരോട് വിശദീകരിച്ചു. അങ്ങനെ ഇവർക്ക് അതിനകത്ത് താല്പര്യമുണ്ടായി, അവർ വിഷ് ചെയ്തു. അങ്ങനെ 200 പൗണ്ട്സ് കിട്ടി ഹാർബർട്ടിന്റെ ഡെത്തിന്റെ ഫലമായിട്ട്. അങ്ങനെ ആ വിസിറ്ററിന്റെ ആ ഒരു വരവോടുകൂടി അതിൻ്റെ ഫാമിലി ചേഞ്ച് ആയി. Third one, Mr. White asked 200 pounds from Monkey's paw, but nothing happened suddenly. Next morning, Herbert went to office as usual. Later, a man came there and he told them that he was a fellow worker of Herbert. He was very sad and told that Herbert was died because in the workplace he caught in a piece of machinery, so the company paid 200 pounds as a compensation. When they heard about the amount, Mr. White fainted and Mrs. White screamed. Later, both of them were depressed. One night, Mrs. White compelled her husband to make second wish with the paw. Even though he knows the consequence, he made his second wish again. Then the third. Due to the third, Herbert didn't come. At the end, they were in a frantic condition. They lost their only son because of greed. അങ്ങനെ മിസ്റ്റർ വൈറ്റ് 200 പൗണ്ട്സ് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഹെർബർട്ടിന്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് അവൻ മരണപ്പെട്ടു എന്ന് അറിയിച്ചു. അതിനുശേഷം അവർ വളരെയധികം തകർന്നുപോയി. പ്രത്യേകിച്ച് ആ എമൗണ്ട് കേട്ടപ്പോൾ അവർക്ക് അറിയാമായിരുന്നു അവർ തലേദിവസം അത് മങ്കി പോയോട് ചോദിച്ച ആ എമൗണ്ട് തന്നെയാണെന്ന്. അതിനുശേഷം മിസ്സസ് വൈറ്റ് മിസ്റ്റർ വൈറ്റിനെ നിർബന്ധിക്കുന്നുണ്ട് വീണ്ടും ഹെർബർട്ടിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വിഷ് ചെയ്യാൻ. അങ്ങനെ മിസ്റ്റർ വൈറ്റ് വിഷ് ചെയ്തു. പക്ഷെ അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് മൂന്നാമത്തെ വിഷിലൂടെ, വിഷ് എന്താണെന്ന് പർട്ടിക്കുലർ ആയിട്ട് പറയുന്നില്ല, എങ്കിലും ഹെർബർട്ട് തിരിച്ചു വന്നില്ല. എന്തായാലും ആ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഹെർബർട്ടിന്റെ ഡെത്ത് അവരെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. അവരാകപ്പാടെ തകർന്നുപോയി. നെക്സ്റ്റ് സെക്ഷൻ, സ്പീക്കിംഗ് ലാബ്. ടെലിഫോൺ എറ്റിക്കറ്റ്. എറ്റിക്കറ്റ് മീൻസ് മര്യാദ, മാനേഴ്സ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ ഡിജിറ്റൽ ഏജിൽ നമ്മൾ കൂടുതലും ഫോണിലാണ് കോൺവെർസേഷൻസ് കൂടുതൽ. നമ്മൾ മറ്റൊരാളെ എന്ത് ഇൻഫർമേഷന് കോൺടാക്ട് ചെയ്യണമെങ്കിലും നമ്മൾ ഫോണാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ശബ്ദം, നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ, അതുപോലെ കേൾവിയുടെ ആ ഒരു സ്കില്ല്, ലിസണിങ് സ്കില്ല്, ഇതൊക്കെയാണ്. അതായത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവിടെ ആബ്സെൻ്റ് ആണ്. ദിസ് ക്യാൻ മേക്ക് ഇറ്റ് ചലഞ്ചിങ് ആസ് ക്യൂസ് ഫ്രം ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആർ ആബ്സെൻറ്റ്. ഇപ്പം നമ്മൾ നേരെ നിന്നൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. പക്ഷേ ഇവിടെ അത് ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സംസാര രീതിയിലാണ് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. മാസ്റ്ററിങ് ടെലിഫോൺ എറ്റിക്കറ്റ് അലൗസ് വൺ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, politely and professionally, which is invaluable for job interviews, client interactions and team collaborations. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടും വളരെ കൃത്യമായിട്ടും ഒക്കെ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്കത് ബുദ്ധിമുട്ടാകും. കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇൻ്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഫേം ഒക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഫോണിലൂടെ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ടീം കൊളാബറേഷൻസ്, നമ്മൾ ടീമായിട്ട് എന്തെങ്കിലും ടീം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്കിന്ന് ഫോണിലൂടെയുള്ള സംസാരം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ആൻസർ പ്രോംപ്റ്റ്ലി, പിക്കപ്പ് വിതിൻ ദി ഫസ്റ്റ് ഫ്യൂ റിങ്സ് ടു ഷോ അറ്റൻറ്റീവ്നെസ്. അതായത് നമ്മളൊരു ഫോൺ ഇട്ടിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫോൺ കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് ഇൻ്റർവ്യൂവിന് കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിലും നമ്മളുടെ ആ ഒരു ജോലിയെ അത് ബാധിക്കും. അതുകൊണ്ട് പ്രോംപ്റ്റ്ലി എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുക, കുറച്ച് റിങ് ചെയ്യുമ്പോഴേ എടുക്കുക.
സെക്കൻഡ് വൺ, സ്പീക്ക് ക്ലിയർലി. നന്നായിട്ട് സംസാരിക്കുക, പൊളൈറ്റ് ആയിട്ടും പ്രൊഫഷണൽ ടോണിലും സംസാരിക്കുക. ഐഡൻറ്റിഫൈ യുവർ സെൽഫ്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ആരാന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വട്ടം കറക്കാതെ നമ്മൾ ഇന്നയാളാണ് വിളിക്കുന്നതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുക. ലിസൺ ആക്റ്റീവ്ലി, ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പം ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേൾക്കുന്നയാൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മെയിൻറ്റെയിൻ പ്രൈവസി. ബി മൈൻഡ്ഫുൾ ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. മറ്റൊരാൾക്ക് വിഷമം, സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക. കൺക്ലൂഡ് കോർട്ടിയസ്ലി, അതായത് വിനയപൂർവ്വം നമ്മൾ അല്ലെങ്കിൽ ഒരു മര്യാദയോടെ നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. എൻഡ് കോൺവെർസേഷൻ പൊളൈറ്റ്ലി ആൻഡ് പ്രൊഫഷണലി. അവോയ്ഡ് യൂസിങ് യുവർ സെൽ ഫോൺ ഇൻ പബ്ലിക് പ്ലേസസ്, എസ്പെഷ്യലി ഇൻ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഓർ തിയേറ്റേഴ്സ്. നമുക്ക് സെൽഫോൺ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഫോണാണെന്ന് വിചാരിച്ച് എല്ലാ പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ നമ്മളത് അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ്, തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫോൺ യൂസ് നമ്മൾ കുറയ്ക്കുക, സംസാരിക്കുന്നത് കുറയ്ക്കുക. ദെൻ കീപ് വോയിസ് മെയിൽ മെസ്സേജ് ബ്രീഫ് ആൻഡ് പ്രൊഫഷണൽ. നമ്മൾ വോയിസ് മെയിൽ അയക്കുമ്പോൾ അത് ശബ്ദം അയക്കുമ്പോൾ അത് കാര്യമായ കാര്യം മാത്രം പറഞ്ഞ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സെൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് ടെലിഫോൺ എറ്റിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മുടെ പുസ്തകത്തിൽ ടെലിഫോൺ കോൺവെർസേഷന് ഉപയോഗിക്കാവുന്ന കുറച്ച് യൂസ്ഫുൾ ഫ്രേസസ് തന്നിട്ടുണ്ട്. ആൻസറിങ് ദ ഫോൺ. നമുക്ക് ഒരു ഫോൺ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന യോജിച്ച ഫ്രേസസ് ഒക്കെ തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ ഓർ കുഡ് ഓർ മേ ഐ ഹെൽപ്പ് യു. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഏത് സമയത്താണോ വിളിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത്. താങ്ക് യു ഫോർ കോളിംഗ്, ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഫേമിലേക്കൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ അതിൻ്റെ പേര് പറയുക. സെക്കൻഡ് എന്ന് പറയുന്നത് ആസ്കിങ് ഫോർ ദ കോളേഴ്സ് നെയിം. ഒരാൾ വിളിച്ചു, നമ്മൾ നമ്പർ സേവ് ചെയ്തിട്ടില്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ഫ്രേസുകളാണ്. മേ ഐ നോ ഹൂ ഈസ് കോളിംഗ് പ്ലീസ്. മേ ഐ നോ ഹൂ ഈസ് സ്പീക്കിംഗ് പ്ലീസ്. കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം. കുഡ് ഓർ മേ ഐ ഹാവ് യുവർ നെയിം പ്ലീസ്. ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. നമ്മളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നാൽ ദിസ് ഈസ് ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ അത് പറയുക. അല്ലെങ്കിൽ ഹൈ, ദിസ് ഈസ് അനു, ഐ ആം കോളിംഗ് റിഗാർഡിങ്, ആ കാര്യം എന്താണ് എന്ന് വെച്ച് പറയുക. ദെൻ ആസ്കിങ് ഫോർ സംവൺ ഓർ സംതിങ്. ഒരാളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു. നമ്മൾ വേറൊരാളെയാണ് വിളിച്ചത്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആളെ അല്ല ഫോൺ എടുത്തതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ അനു എന്ന് പറയാം. ദെൻ കണക്റ്റിംഗ് സംവൺ. മറ്റൊരാളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഹോൾഡ് ദ ലൈൻ, ഐ വിൽ കണക്ട് ടു യു. കുഡ് യു ഹോൾഡ് ദ ലൈൻ പ്ലീസ്. ദെൻ ഫോർ ടേക്കിംഗ് എ മെസ്സേജ്. ഒരാളെ വിളിച്ചു, അപ്പോൾ നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ ഐ എം സോറി, ദ പേഴ്സൺ ഈസ് ഔട്ട് അറ്റ് ദി മൊമെൻറ്റ്, ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ്. അതല്ലെങ്കിൽ മേ ഓർ ക്യാൻ ഐ ടേക്ക് എ മെസ്സേജ് ഫോർ, ആളുടെ പേര് പറയുക. ദെൻ ലീവിങ് മെസ്സേജ് വിത്ത് സംവൺ. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ മറ്റൊരാളോടുള്ള പറയാനുള്ള കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ പ്ലീസ് കോൾ മീ ബാക്ക് അറ്റ്, കുഡ് യു പ്ലീസ് ടെൽ, പ്ലീസ് ലെറ്റ് know that I called and asked him, her or her, him ആണോ her ആണോ, to return my call, തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടണം എന്ന് പറയുക. പിന്നെ മേക്കിംഗ് എ സ്പെഷ്യൽ റിക്വസ്റ്റ്, ഐ എം സോറി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്. അപ്പോൾ നമ്മൾ ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കേട്ടില്ല, അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയാമോ എന്ന് ചോദിക്കുന്നതാണ്. കുഡ് യു സ്പീക്ക് a little please. അതല്ല ഐ ആം അഫ്രൈഡ് യു ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ, നമ്മളെ മറ്റൊരാളെ നമ്പർ മാറി വിളിച്ചു എങ്കിൽ അങ്ങനെ പറയാം. ദെൻ ഫിനിഷിങ് എ കോൺവെർസേഷൻ. എങ്ങനെ ഒരു കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യാം? താങ്ക് യു ഫോർ കോളിംഗ്, ഹാവ് എ ഗുഡ് ഡേ, ഇറ്റ് വാസ് എ പ്ലഷർ സ്പീക്കിംഗ് വിത്ത് യു, ഗുഡ് ബൈ. നിങ്ങൾ ഈ ഫ്രേസസിൽ ഏതെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ എഴുതാനോ ഒക്കെ വന്നാൽ, ഒരു സീൻ തന്നിട്ട് അതിൻ്റെ കോൺവെർസേഷൻ നമ്മളോട് എഴുതാൻ ആവശ്യപ്പെട്ടാൽ നമുക്കിതൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആക്ടിവിറ്റികളാണ് ഇനി തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സീൻ തരും. ഇപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് കസ്റ്റമർ കോൾസ് എ കമ്പനി ടു എൻക്വയർ അബൌട്ട് എ പ്രൊഡക്ട്സ് അവൈലബിലിറ്റി, പ്രൈസ് ആൻഡ് ഫീച്ചേഴ്സ്. എ സ്റ്റുഡൻറ്റ് ആക്ട് ആസ് ദ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്. യൂസ് പൊളൈറ്റ് ലാംഗ്വേജ്, ക്ലിയർ റെസ്പോൺസസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വിളിച്ചു. അപ്പോൾ എങ്ങനെ സംസാരിക്കാം, ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗ്സ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്
ഒരു സ്റ്റേറ്റ്മെന്റിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ടാഗാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, അതിന്റെ എൻഡിൽ നമ്മളൊരു ഷോർട്ട് ഫ്രേസ് ചേർക്കുന്നു, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. ഇത് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു അഭിപ്രായം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് മലയാളത്തിൽ ചോദിക്കാറുണ്ട്, എന്താ അങ്ങനെയല്ലേ, ശരിയല്ലേ എന്ന് ചോദിക്കുമല്ലോ കൺഫേം ചെയ്യാനായിട്ട്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മളൊരു കാര്യം പറയുന്നു, ഇന്ന് നല്ല മഴയാണ്, എന്താ അങ്ങനെയല്ലേ എന്ന് ചോദിക്കില്ലേ, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമ്മളൊരു ഇൻഫർമേഷൻ കൺഫേം ചെയ്യാനും അതുപോലെ ഒരു എഗ്രിമെന്റ്, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളോട് ഒന്നുകൂടി ചോദിക്കുന്നു, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അറിഞ്ഞിരുന്നാൽ ഇത് ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യന്റെ ആ ഒരു സെന്റൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ എൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത്, മെയിൻ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ അടുത്തത്, ഇഫ് ദ സെന്റൻസ് കണ്ടെയ്ൻസ് ആൻ ഓക്സിലിയറി വെർബ് യൂസ് ഇറ്റ് ഇൻ ദി ക്വസ്റ്റ്യൻ ടാഗ്. ഒരു ഓക്സിലിയറി തന്നിട്ടുണ്ട് എങ്കിൽ, അതായത് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഓക്സിലിയറി ഉണ്ടെങ്കിൽ ആ ഓക്സിലിയറി വെർബിനെ നെഗറ്റീവോ പോസിറ്റീവോ ആക്കി മാറ്റാം ക്വസ്റ്റ്യൻ ടാഗിൽ. അടുത്തത്, ഇഫ് ദർ ഈസ് നോ ഓക്സിലിയറി വെർബ് ഇൻ ദി സെന്റൻസ് യൂസ് ഡു, ഡസ്, ഡിഡ് ഡിപ്പെൻഡിങ് ഓൺ ദി ടെൻസ് ആൻഡ് സബ്ജക്റ്റ്. ഇനി സ്റ്റേറ്റ്മെന്റിൽ ഒരു ഓക്സിലിയറി വെർബും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡു, ഡസ്, ഡിഡ് ചേർക്കാം. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. If the sentence contains a modal verb can, could, should, will, it must used in the question tag. മോഡൽ വെർബ് സെന്റൻസിൽ can, could, should, will ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ വെർബിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ can ആണ് തന്നിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ അത് നെഗറ്റീവ് ആവും, can't ആവും. The subject in the question tag must always be a pronoun even if the main sentence uses a noun. ഒരു noun ആണ് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളത്, അനിത എന്നുള്ള പേരാണ് വന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ അത് ഷീ ആയിട്ട് മാറും. അതുപോലെ സെന്റൻസിനകത്ത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഉണ്ട്, എവരിയോൺ, നോബഡി, അതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിനകത്ത് അതിന്റെ പ്രോനൗണായ they ആണ് ചേർക്കേണ്ടത്. അടുത്തത്, മെയിൻ സെന്റൻസ് ഒരു കമാൻഡോ ഒരു റിക്വസ്റ്റോ ആണെങ്കിൽ യൂസ് വിൽ യു ഓർ വോണ്ട് യു, അതാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത്. പാസ് മീ ദ സാൾട്ട് അതെന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ്, എനിക്ക് ആ ഉപ്പ് തരൂ. അപ്പോൾ അവിടെ വരുന്നത് വിൽ യു ആണ്. ക്ലോസ് ദ ഡോർ, ആ ഡോറ് ഒന്ന് അടയ്ക്കാമോ, വോണ്ട് യു, നിനക്ക് കഴിയില്ലേ. അടുത്തത്, ലെറ്റസ് എന്നാണ് നമ്മളൊരു സെന്റൻസ് തുടങ്ങുന്നെങ്കിൽ എപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി എന്നാണ്. ലെറ്റസ് ഗോ ഫോർ എ വോക്ക് എന്നാണ് സെന്റൻസ് എങ്കിൽ ഷാൽ വി എന്നാണ് അതിൻ്റെ വരിക. ലെറ്റസ് ഗോ ഫോർ എ വോക്ക് ഷാൽ വി. അതുപോലെ ഐ ആം എന്നുള്ളതാണ് സെന്റൻസിലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആർ ഇറ്റ് ഐ ആയിരിക്കും, അതിന് മാറ്റമില്ല. അതുപോലെ ഒരു സെന്റൻസ് അഫർമേറ്റീവ് ആണ് ഫോമിൽ, പക്ഷെ നെഗറ്റീവ് ആണ് മീനിങ്ങിൽ. അതായത് ഹാർഡ്ലി, ബെയർലി, നെവർ ഈ വാക്കുകളൊക്കെ നെഗറ്റീവ് ആണ്. ആ സെന്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സുദേവ് ക്യാൻ ഹാർഡ്ലി സിംഗ്, ക്യാൻ ഹി, ഹാർഡ്ലി എന്ന വാക്ക് നെഗറ്റീവ് ആണ്. അതുപോലെ അമൽ സെൽഡം വിസിറ്റ് ഹിസ് പേരൻസ്, സെൽഡം എന്ന വാക്കും നെഗറ്റീവ് ആണ്. പക്ഷെ അവിടെ നോട്ടൊന്നും വന്നിട്ടില്ല എങ്കിലും ആ സെന്റൻസിന്റെ അർത്ഥം നെഗറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും.